ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ കൂടലിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നാളെയാണ് വീട്ടിൽ കൂടൽ, ഇന്ന് തലേന്നാണ്. അപ്പോൾ ഞാനും ഉമ്മയും മക്കളും പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. വഴിവിളക്കുള്ളതുകൊണ്ട് നല്ല എന്താ പറയുക, നമുക്ക് നടന്നു പോകാനൊക്കെ നല്ല ഈസി ആയിട്ട് പറ്റും. പകൽ പോലെ വിളിച്ചാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് മാത്രമേ വഴിവിളക്കില്ലാണ്ടുള്ളൂ. സ്കൂട്ടി മുന്നിൽ നടക്കുന്നുണ്ട്. എല്ലാവരും പോകുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ വീട് വരെ പോയി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ വീടെത്തി. ഞങ്ങൾ 3 ബെഡ്റൂമും ഹാള്, അതേപോലെ ലിവിങ് ഹാളിലൊക്കെ ഉണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ലിവിങ്, സിറ്റ് ഔട്ട്, കിച്ചൺ, ഇത്രയാണ് ഏരിയ വരുന്നത്. അപ്പോൾ നല്ലൊരു ഫുൾ ഫോമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോമാണ്. നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ കാർപ്പറ്റും അതേപോലെ ടേബിളൊക്കെ നല്ല മാച്ചിങ് ആയ രീതിയിൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെയറിന് ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. കിച്ചണായാലും ഒതുങ്ങി കിച്ചണാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, മാഷാ അല്ലാഹ്. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ പോയപാട് ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പവും പഴമൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു തലേന്ന്. പിന്നെ അവിടുന്ന് ഞാൻ നേരെ നമ്മുടെ ഇയ്യാൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പം നമ്മളവിടെ നിന്നിട്ട് ഇവയും മിക്സിയും വീട്ടിൽ കൂടലിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവരങ്ങോട്ട് പോയി. ഇവർ കൂട്ടിയിട്ട് പോകാറില്ല കേട്ടോ. ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ബഹളാക്കുമെന്നൊരു പേടിയുള്ളതുകൊണ്ട് നമ്മളങ്ങനെ രണ്ടാളെങ്ങനെ ഒരുമിച്ച് കൂട്ടി പോകാറില്ല. എന്തായാലും ആൾ തിരക്കല്ലേ, കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ. ഭയങ്കര കളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കുമ്പിട്ടിട്ടിങ്ങനെ ഭയങ്കര നീന്തലാണ്. ഭയങ്കര സന്തോഷമാണ്. ചില സമയം ഭയങ്കര സീരിയസ് ആയിരിക്കും കേട്ടോ. ഐസു ഇതേ തൊട്ടിൽ കിടക്കുന്നുണ്ട്. ഐസുവിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് തൊട്ടിലാണ് കേട്ടോ. ആ തൊട്ടിൽ കിടന്ന് ഭയങ്കര ഹാപ്പിയാണ്. ചില ടൈമിൽ കിടക്കയിൽ കിടത്തിയാൽ ഭയങ്കരമായിട്ട് കുമ്പിട്ട് മുട്ടുകുത്താനുള്ളൊരു ശ്രമത്തിലാണിപ്പോൾ. പിന്നെ മുട്ടുകുത്തി ഇങ്ങനെ ആടും, നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഒന്ന് ആടി നോക്കും, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും അവിടത്തേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ അവിടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കസിൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു, അവരുടെ വീട്ടിൽ കൂടലിൻ്റെ തലേന്ന്. അപ്പോൾ അവിടെ എല്ലാവരും ചേർന്ന് വിഷൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാം ചെറിയ രീതിയിലായിരുന്നു കേട്ടോ, വലിയ രീതിയിലൊന്നുമില്ല. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കുട്ടികൾക്കൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെ കണ്ടു. കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ചെറിയ രീതിയിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു 11:30 ആകുമ്പോൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. പിന്നെ ഞാനും മക്കളും ഉമ്മയും ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് എല്ലാവരും ഉറങ്ങിക്കാണും. ഒരു 8-9 മണിയാകുമ്പം തന്നെ ഇവിടെ എല്ലാവരും കിടക്കും കേട്ടോ. രാവിലെ എഴുന്നേൽക്കും. 10 മണി വരെയൊക്കെ കുറച്ച് വീട്ടിൽ മാത്രമേ വെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പം തന്നെ ഒരു 11:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഉറക്കം വന്നു. രാവിലെ മദ്രസയിൽ പോകണം, പിന്നെ വീട്ടിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ കാണാം.